നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പിന് നല്ല രീതിയിൽ എങ്ങനെ സ്ലിറ്റ് ഇടാമെന്നാണ്. അപ്പോൾ നമ്മളൊരു ടോപ്പ് തയ്ച്ചതിന് ശേഷം ആ സ്ലിറ്റിടേണ്ട ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കണം. അതുപോലെ തന്നെ ഈ വശത്തും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴെ അറ്റം വരെ ഒരു ലൈൻ കൊടുക്കണം. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് കാണി വലുതാക്കി ഇട്ടിട്ട് ഈ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് കാണി വലുതാക്കി ഇടണമെങ്കിൽ നമുക്ക് ഈ ഇടുന്ന സ്റ്റിച്ച് നമ്മൾ അഴിച്ച് കളയേണ്ട സ്റ്റിച്ച്. അതുകൊണ്ടാണ് നമ്മൾ കാണി വലുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതുപോലെ തന്നെ അടുത്ത വശവും നമ്മൾ ആ ലൈൻ വരച്ചിടത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് നിവർത്തി വയ്ക്കണം. നിവർത്തി വയ്ക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഈ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ടോപ്പിൻ്റെ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു അടയാളം കൊടുക്കണം. അവിടുന്ന് താഴോട്ടാണ് നമ്മളിത് നിവർത്തി വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിങ്ങനെ അങ്ങോട്ട് നിവർത്തി വെച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് നോക്കണം. ഇങ്ങനെ കൈകൊണ്ട് തന്നെ അങ്ങ് തേച്ച് നൂത്തെടുത്താൽ മതി. നല്ലതുപോലെ തേച്ച് നൂത്തതിന് ശേഷം നമ്മൾ ഇരുവശവും 1/4 ഇഞ്ച് വീതം മടക്കി വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മൾ നിവർത്തി വെച്ച ഭാഗം ഉണ്ടല്ലോ, നിവർത്തി വെച്ചതിൻ്റെ സൈഡ് ഒരു 1/4 ഇഞ്ച് വീതം മടക്കി വെച്ചിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം 2 വശവും നമ്മളിങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഇങ്ങനെ ആ അരുവിനൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ ആ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തിക്കൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിക്കോണമെന്ന്. അവിടെ ഇങ്ങനെ സൂചി കുത്തി നിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം കേട്ടോ. കുത്തി നിർത്തിക്കൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് ഇവിടെയും നമ്മൾ 1/4 ഇഞ്ച് മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇങ്ങോട്ട് വെച്ചുകൊണ്ട് മടക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചുകൊണ്ട് ഈ അരിവിന് വരുമ്പോൾ വീണ്ടും സൂചി കുത്തി നിർത്തിക്കൊണ്ട് വേണം നമുക്ക് തുണി ഇങ്ങനെ തിരിച്ച് വയ്ക്കാൻ. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലിൽ കയറി വേറെ നല്ല മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളതെല്ലാം ഒന്നെടുത്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ അറ്റം കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമുക്കിത് നമ്മൾ ഈ വലിയ കാണി സ്റ്റിച്ച് ചെയ്തതില്ലയോ, അത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തീർന്നതിന് ശേഷം ഈ താഴെ നിന്ന് വലിയ കാണി ആയതുകൊണ്ട് നമുക്ക് ത്രെഡ് കട്ടർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് എടുക്കാം. അയ്യോ, വീഡിയോയിൽ നല്ലതുപോലെ കിട്ടിയില്ലല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട്
ഒന്ന് അകത്തി കൊടുത്താൽ മതി. വലിയ കാണി ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരും. അപ്പം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റാം. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.